ഗുഡ് മോർണിംഗ്. കൊല്ലം സ്റ്റോറീസ് മോർണിംഗ് അപ്ഡേറ്റ്സ്. ശാസ്താംകോട്ടയിൽ മകനെ അച്ഛനും സഹോദരനും ചേർന്ന് കൊലപ്പെടുത്തി. ശാസ്താംകോട്ട മൈനാഗപ്പള്ളിയിൽ മാനസിക ദൗർബല്യമുള്ള സന്തോഷ് എന്ന യുവാവിനെയാണ് അച്ഛനും രാമകൃഷ്ണനും സഹോദരൻ സനലും ചേർന്ന് കൊലപ്പെടുത്തിയത്. സന്തോഷിന്റെ നിരന്തരമായ ഉപദ്രവം സഹിക്കവയ്യാതെ തലയ്ക്ക് കമ്പിവെടികൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് അച്ഛൻ പോലീസിനോട് സമ്മതിച്ചു. സംഭവ സമയത്ത് ഇവർ 3 പേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം സായ് ഹോസ്റ്റലിൽ 2 കായിക വിദ്യാർത്ഥികൾ തൂങ്ങിമരിച്ച നിലയിൽ. കൊല്ലം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹോസ്റ്റലിൽ +1 വിദ്യാർത്ഥിനി സാന്ദ്രയും 10ാം ക്ലാസ് വിദ്യാർത്ഥിനി വൈഷ്ണവിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെ പരിശീലനത്തിന് ഇവരെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് സാന്ദ്രയുടെ മുറിയിൽ ഇരുവരെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ചവരുടെ പോക്കറ്റുകളിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പുകൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. ജലജീവൻ മിഷൻ പദ്ധതിക്കായി റോഡുകൾ കുഴിച്ചപ്പോൾ പഴയ പൈപ്പ് ലൈനുകൾ തകർന്നതിനെ തുടർന്ന് പോരുവഴി പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മാസങ്ങളായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. 8000-ലധികം കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് വേനൽ കടുത്തതോടുകൂടി ആക്കം കൂടി. തകർന്ന പൈപ്പുകൾ നന്നാക്കാനോ പുതിയവ സ്ഥാപിക്കാനോ അധികൃതർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് പ്രദേശം വരൾച്ചാ ബാധിതമായി പ്രഖ്യാപിക്കണമെന്നും ജല അതോറിറ്റിയുടെ സഹായത്തോടെ ബദൽ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടർക്ക് കത്ത് നൽകി. ഇന്നത്തെ കാലാവസ്ഥ. സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. തഴവയിലെ കണ്ണകി ശാന്തിതീരം വൃദ്ധസദനത്തിന് തൊട്ടടുത്ത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പെട്രോൾ പമ്പ് നിർമ്മിക്കുന്നതിനെതിരെ അന്തേവാസികളും ട്രസ്റ്റ് പ്രവർത്തകരും കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. 60ഓളം വയോധികർ താമസിക്കുന്ന സദനത്തിന് സമീപം പമ്പ് വരുന്നത് സുരക്ഷാ ഭീഷണിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ശാസ്താംകോട്ട തടാക ദുരന്തം നടന്നിട്ട് വെള്ളിയാഴ്ച 44 വർഷം പൂർത്തിയാകും. 1982 ജനുവരി 16-നാണ് കേരളത്തെ ഞെട്ടിച്ച ശാസ്താംകോട്ട തടാക ദുരന്തം നടന്നത്. ഇന്നത്തെ സ്വർണ്ണവില: പവന് 1,05,160 രൂപ, ഗ്രാമിന് 13,145 രൂപ.